നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ നടൻ ദിലീപിന് പരസ്യമായി പിന്തുണ നൽകിയ UDF കൺവീനർ അടൂർ പ്രകാശിനെ KPCC നേതൃത്വം ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തി ശാസിക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനപ്രകാരമാണ് ഇത്. തദ്ദേശത്തിൽ തിരിച്ചടിയായാൽ അതിന് കാരണമായി പ്രസ്താവന മാറുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. ആദ്യം പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി. ഈ കേസ് കുറച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയെടുത്തതാണ്. സർക്കാർ എന്തിനാണ് അപ്പീൽ പോയി ദിലീപിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതായിരുന്നു ദിലീപിന് അനുകൂലമായുള്ള അടൂർ പ്രകാശിന്റെ പ്രസ്താവന. പിന്നീട് ഇത് തിരുത്തിയെങ്കിലും ചാനലുകൾ പഴയ പ്രസ്താവന നൽകിക്കൊണ്ടേ ഇരുന്നു. ഇതിൽ CPM കൃത്യമായ രാഷ്ട്രീയ ഇടപെടലും നടത്തിയിരിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ അനാവശ്യ വിവാദം തുറന്നുവിട്ട കൺവീനറുടെ നടപടിയിൽ KPCC നേതൃത്വം ശരിക്കും ക്ഷോഭിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവരാണ് ശക്തമായ അതൃപ്തി അറിയിച്ചത്. ഇതോടെ താൻ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അടൂർ പ്രകാശ് ഇന്ദിരാഭവനിൽ വെച്ചു തന്നെ നിലപാട് തിരുത്തി പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. പ്രസ്താവന വന്ന ഉടൻ തന്നെ KC വേണുഗോപാൽ KCC പ്രസിഡന്റുമായി ബന്ധപ്പെടുകയും ചെയ്തു. VD സതീശനും രമേശ് ചെന്നിത്തലയും VM സുധീരനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീണ്ട നിര തന്നെ പ്രകാശിന്റെ അഭിപ്രായത്തെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. ഇതോടെ പ്രകാശ് തിരുത്തി പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. മാധ്യമങ്ങൾ നൽകിയത് താൻ പറഞ്ഞതിന്റെ ഒരു വശം മാത്രമാണ്. കോടതിയെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നതാണ് തന്റെയും അഭിപ്രായം. അടൂർ പ്രകാശിന്റെ ആദ്യ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ ആയുധമാക്കിയത് നേതൃത്വത്തെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. നയപരമായ കാര്യങ്ങളിൽ അടൂർ പ്രകാശ് കൂട്ടായി ആലോചിക്കാതെ അഭിപ്രായം പറയുന്നതിൽ KPCCക്ക് കടുത്ത അമർഷമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. മേലിൽ ആവർത്തിക്കരുതെന്ന് താക്കീതും നൽകിയിരിക്കുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിന്റെ കേസിലും അടൂർ പ്രകാശ് വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത്. രാഹുലിന്റെ വിഷയത്തിൽ ആദ്യം മൃദുല സമീപനം സ്വീകരിച്ചതും അടൂർ പ്രകാശ് ആയിരുന്നു. അസമയത്ത് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചത് തിരിച്ചടിച്ചുവെന്നും വിലയിരുത്തുന്നു. UDF കൺവീനർ എന്ന നിലയിലും പാർട്ടി നയമേ പറയാവൂ എന്നാണ് KPCCയിൽ നിന്നും അടൂർ പ്രകാശിന് കിട്ടിയ നിർദ്ദേശവും താക്കീതും. അതിജീവിതയ്ക്കെതിരെ UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവന അനാവശ്യമെന്ന് K മുരളീധരനും പ്രതികരിച്ചിരിക്കുകയാണ്. പദവിക്കനുസരിച്ചുള്ള പ്രസ്താവന നടത്തണം. തിരഞ്ഞെടുപ്പ് ദിവസം അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ശരിയായില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നതാണ് നിലപാട്. സർക്കാർ അപ്പീൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രിയും ആഞ്ഞടിച്ചിരിക്കുന്നു. നാടിന്റെ വികാരത്തിനെതിരായ പറച്ചിലാണ് അടൂർ പ്രകാശിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്താവന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും വിമർശിച്ചിരിക്കുകയാണ്. ഒടുവിൽ അതിജീവിതയ്ക്കൊപ്പമാണ് താനെന്നും അവർക്ക് നീതി കിട്ടണമെന്നാണ് നിലപാടെന്നും അടൂർ തിരുത്തുകയാണുണ്ടായത്. വിധി സർക്കാരിന്റെ പരാജയമാണെന്നും അപ്പീൽ പോകണമെന്നുമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. എന്തുതന്നെയായാലും ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ നടൻ ദിലീപിന് പരസ്യമായി പിന്തുണ നൽകിയ UDF കൺവീനർ അടൂർ പ്രകാശിന്റേത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.